ഇന്ന് ഞാനിവിടെ ബ്രിഞ്ചാൾ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈ ആണ്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ബ്രിഞ്ചാൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ ബ്രിഞ്ചാളാണ് എപ്പോഴും നല്ലത്. ഞാനിവിടെ ഒരു വലുതും 2 ചെറിയ ബ്രിഞ്ചാളുമാണ് എടുത്തിരിക്കുന്നത്. ഈ ബ്രിഞ്ചാളിന്റെ എൻഡ് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കളയൊന്നും വേണ്ട, ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് 1/4 ഇഞ്ച് കനത്തില് കട്ട് ചെയ്തെടുക്കണം. തീരെ കനം കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോഴേക്ക് അത് വല്ലാതെ അങ്ങ് വാടിപ്പോവും. അതുകൊണ്ട് 1/4 ഇഞ്ച് കനത്തില് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്ത ഉടൻ തന്നെ ഈ ബ്രിഞ്ചാളിന് കറുത്ത നിറം വരും. അങ്ങനെ വരാതിരിക്കാൻ ഇത് നമ്മൾ ഉപ്പിട്ട വെള്ളത്തിലേക്ക് ഉടൻ തന്നെ ഇതിനെ ഇട്ട് വെക്കണം. വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചാൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രിഞ്ചാളെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് ഇതുപോലെ ഉപ്പ് വെള്ളത്തിലിട്ട് വച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോറും 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ അതായത് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് പേസ്റ്റ് പോലെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. കാരണം ബ്രിഞ്ചാളിൽ ഓൾറെഡി ഒരു ഈർപ്പം ഉണ്ടാവും. അതുകൊണ്ട് ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവൂ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് ഇത് മിക്സ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ബ്രിഞ്ചാളിനെ എടുത്ത് വെള്ളം മാറ്റിയ ശേഷം ഈ മസാല തേച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കണ്ടോ, ഇതുപോലെ മസാല കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച് ഒരു 15 മിനിറ്റ് എങ്കിലും ഇത് മസാല പിടിക്കാനായിട്ട് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ എടുത്തു വെച്ചിരിക്കുന്ന ബ്രിഞ്ചാളെല്ലാം നമുക്കിതുപോലെ മസാല തേച്ച് എടുക്കാം. ഈ ബ്രിഞ്ചാളെല്ലാം ഞാനിവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 15 മിനിറ്റ് മാറ്റി വെക്കാം. 15 മിനിറ്റിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ബ്രിഞ്ചാൾ പീസസ് വെച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് റെഡിയാകുമ്പോഴേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് വേണ്ടവര് കുറച്ചുകൂടി ഇത് ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇതാണ് പക്ഷേ ഇതിൻ്റെ ഒരു പാകം. ബാക്കിയിരിക്കുന്ന ബ്രിഞ്ചാൾ ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് പൊട്ടറ്റോ വെഡ്ജസ് ഉണ്ടാക്കാം. ഈ പൊട്ടറ്റോ വെഡ്ജസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ 3 പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുവാണ്. ഈ പൊട്ടറ്റോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു പൊട്ടറ്റോ എടുത്തിട്ട് അതിനെ ആദ്യം 2ആയിട്ട് കട്ട് ചെയ്യാം. ഇനി ഇതിനെ സെൻറ്ററിൽ കൂട്ടി കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, സ്കിന്നോട് കൂടി തന്നെയാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് സ്കിൻ നന്നായിട്ട് ബ്രഷ് ചെയ്ത് ഞാൻ വാഷ് ചെയ്തെടുത്ത് വച്ചിരിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പൊട്ടറ്റോ കോട്ട് ചെയ്യാൻ വേണ്ട മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സിപ്പർ ബാഗ് എടുക്കണം. ഈ സിപ്പർ ബാഗ് എടുത്തിട്ട്
ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും 1 ടീസ്പൂൺ മിക്സഡ് ഹെർബ്സും 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് വെള്ളം വെട്ടി തിളയ്ക്കുമ്പോഴേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല കുക്കാവാൻ പാടില്ല, 50% മാത്രം ഈ പൊട്ടറ്റോ വെന്താൽ മതി. പൊട്ടറ്റോ ഇവിടെ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. കണ്ടോ, പൊട്ടറ്റോ ഇത്രയും വെന്താൽ മതിയാകും. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഡ്രെയിൻ ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഞാനിവിടെ ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പൊട്ടറ്റോയുടെ മുകളിലേക്ക് ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. എല്ലാ പൊട്ടറ്റോയുടെ പീസിലും എത്തത്തക്ക രീതിയിൽ നമ്മൾ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം. ഇനി ഈ പൊട്ടറ്റോ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സിപ്പർ കവറിലിട്ടിട്ട് എല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പൊട്ടറ്റോ എടുത്ത് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഈ സിപ്പർ ബാഗിലേക്ക് പൊട്ടറ്റോ ഇടുന്നത്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ സിപ്പർ ബാഗിലാക്കിയിട്ട് മിക്സ് ചെയ്യുമ്പോഴേക്ക് മിക്സിങ് എല്ലായിടത്തും ഒരുപോലെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സിപ്പർ ബാഗിലാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാനിത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രീസറിലേക്ക് വെക്കും. ഫ്രീസറിൽ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇതെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, എല്ലാം നല്ല കോട്ടിംഗ് ഒക്കെ പിടിച്ച് ഇതുപോലെ വന്നിരിക്കുന്നു. കണ്ടോ, പൊട്ടറ്റോയിൽ നല്ലതുപോലെ കോട്ടിംഗ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ലോക്ക് ചെയ്തിട്ട് അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലാണ് നമ്മളിത് വയ്ക്കുന്നത്. ഫ്രീസറിൽ വെക്കുമ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് പരത്തി തന്നെ വെക്കണം. ഇനി ഇത് ഫ്രീസറിലേക്ക് ഞാൻ മാറ്റുവാണ്. ഫ്രീസറിൽ നിന്ന് പൊട്ടറ്റോ വെഡ്ജസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഓരോ പൊട്ടറ്റോയും നമുക്കിതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയിരിക്കുന്ന പൊട്ടറ്റോയും നമുക്കിതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കൊരു ജിഞ്ചർ ലൈം ജ്യൂസും കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേസിൽ സീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് കുതിർന്ന ശേഷം നമ്മളൊരു അരിപ്പില് ഇത് അരിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും. ഇനി ഇത് മാറ്റി വെക്കാം. ജിഞ്ചർ ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ലൈമും എടുത്തിട്ടുണ്ട്, 1 ജിഞ്ചറും എടുത്തിട്ടുണ്ട്. ലൈം ഇതുപോലെ സ്കിൻ റിമൂവ് ചെയ്തെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ ലൈമിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. നമ്മൾ മുസമ്പിയൊക്കെ കട്ട് ചെയ്യത്തില്ലേ, അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഒന്ന് തൊട്ട് കൊടുക്കുമ്പോഴേക്ക് അതിൻ്റെ സ്കിന്ന് റിമൂവായി വരും. കണ്ടോ, ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കണം. റിമൂവ് ചെയ്തെടുത്ത ശേഷം ഇത് ഇതുപോലെ കട്ട് ചെയ്ത് അകത്തെ സീഡ് ഉണ്ടെങ്കിൽ ഈ സീഡ് ഇതിൽ നിന്ന് മാറ്റണം. സീഡ് നമ്മൾ ഇട്ട് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് സീഡ് ഇടാൻ പാടില്ല. ഇതുപോലെ വേണം ഈ 2 ലൈമും നമുക്കിതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. ഈ ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടണം. ഇനി നമുക്കിത് ജ്യൂസ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട്
നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈമും ജിഞ്ചറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ഞാനിവിടെ ഐസ് വാട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ജിഞ്ചർ ലൈം ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഇതിനി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ബേസിൽ സീഡ്സ് ഇട്ട് കൊടുക്കണം. ഇതിന് മുകളിൽ ഈ ഗ്ലാസ്സിലേക്ക് ഒരു നാരങ്ങയുടെ സ്ലൈസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇഫ്താർ പ്ലാറ്ററിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൊട്ടറ്റോ വെഡ്ജസും ജിഞ്ചർ ലൈം ജ്യൂസും ബ്രിഞ്ചാൾ ഫ്രൈയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.